കഴിയുന്നില്ലേ? നീ കഴി, വല്ല ഭാഗ്യം ഉണ്ടെങ്കിൽ ഞാൻ കഴിച്ചോളാം. നല്ല സൂപ്പർ സാമ്പാർ. പള്ളിയോടൊക്കെ കപ്പിയാറ് മോൻ നടത്തിക്കൊടുത്ത കടയിൽ അതേ സാമ്പാർ. അതൊക്കെ ഭയങ്കര ഓർമ്മയാണ് ചെയ്യുക കാര്യങ്ങളൊക്കെ. ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് കഴിക്കും. എടി എനിക്ക് ഒന്നുകൂടെ ഒന്ന് ബാത്റൂമിലൊക്കെ പോകണം. ഈ ചായം കുടിച്ചിട്ടേ. നീ കഴിക്കണ്ട്. റോസ്മേരി വിളിച്ചായിരുന്നു. അവളും കൊണ്ട് നാളെ രാവിലെ വരും പറഞ്ഞിട്ടുണ്ട്. നിന്നെ കൈയോടെ പിടിച്ചോണ്ട് പോവാൻ. ആ പിള്ളേര് അവിടെ കിടന്ന് ഭയങ്കര മേടാന്ന്. ആ റബ്ബർ തോട്ടത്തിൽ കൂടിയൊക്കെ ഓടി കളിച്ച് ഒരുത്തം വീണ് പറഞ്ഞ ഒന്നും അനുസരിക്കണില്ല എന്ന് പറഞ്ഞു. നീ ചെല്ലാൻ വേണ്ടിട്ടാ. ഞാൻ ചെന്നിട്ട് എന്താ പറയാ? അവള് പറഞ്ഞ കേൾക്കാത്ത പിള്ളേർ ഞാൻ പറഞ്ഞ കേൾക്കൂ. എന്റെ ക്ലീറ്റോ, കുടുംബത്തിൽ ഒരു കാര്യം ഉണ്ടാവുമ്പോ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ പിള്ളേര് അനുസരണക്കേട് കാണിച്ചില്ലെങ്കിൽ തന്തപ്പടി അവിടെ വേണം. പിന്നെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ പറഞ്ഞ ഇങ്ങനെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ അങ്ങോട്ട് പോകണം. പേടിയില്ലാതായിട്ടുണ്ടെങ്കിൽ അപ്പനെ കണ്ട പിള്ളേര് പേടിക്കണം. അത്രേ ഉള്ളൂ. ഞാൻ ഗൾഫിലായിരുന്നെങ്കിലോ എന്ത് ചെയ്തേനെ? ഒരു കാര്യം അങ്ങോട്ട് പറയുമ്പോ തിരിച്ചൊരു ചോദ്യം ചോദിക്കല്ല റൊണാൾഡോ വേണ്ടത്. നീ വിളിച്ചിട്ട് എടുക്കണില്ല എന്ന് പറഞ്ഞല്ലോ അവള്. എന്താ പട്ടി എടുക്കുക അവിടെ പോണ്? ഇപ്പൊ ഇവിടെ ഉള്ള പട്ടികളെ കൊണ്ട് സഹിക്കാൻ വയ്യ. തെരുവ് നിറയെ പട്ടികളാ. ഇത് തന്നെ എനിക്ക് സഹിക്കാൻ പറ്റാത്തോണ്ടാ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. അവള് വിളിക്കുന്നത് എന്തിനാ? സ്നേഹത്തോടെ വിളിച്ച ഒരു വാക്ക് അവള് ചോദിക്കത്തില്ലല്ലോ. അവൾക്ക് എപ്പോഴും പൈസ വേണം. ഇപ്പൊ തന്നെ പള്ളി സ്കൂളിൽ നിന്ന് മാറ്റിയിട്ട് ഗവൺമെന്റ് സ്കൂളിലെ ആ വലിയ സ്കൂളിലോട്ട് മാറ്റണം എന്നുള്ള കാര്യം പറഞ്ഞു. അതിന് ഞാൻ പോയി TC ഒപ്പിട്ട് കൊടുത്ത് അവിടെ അഡ്മിഷൻ എടുത്താൽ പോരെ? ഇതിന് ഞാൻ അവിടെ പോയി നിൽക്കണോ? എന്തോരം ചെലവാ. പിന്നെ സ്കൂളിൽ ചേർക്കാൻ പോകുമ്പോ അപ്പം വേണ്ടേ? സ്കൂളിൽ ചേർക്കാൻ പോകുമ്പോ മതിയല്ലോ. ചേർത്തിട്ട് എന്നും പിള്ളേരോടെ സ്കൂളിൽ ഞാൻ പോണോ? അത് വേണോ? അകത്തോട്ട് എങ്ങനെ പോകും? നീ ഒന്ന് വിളിച്ച അവളായിട്ട് സംസാരിച്ചാൽ ചിലപ്പം എന്താണെന്ന് അറിയാമല്ലോ. റൊണാൾഡോ ഇല്ലടാ അവിടെ? നീ ദോശ കഴിക്കാ? നീ കഴിച്ചിട്ട് ചെല്ലാൻ നോക്ക്. എവിടെ? ഇവിടെ റോസ്മേരി വന്നേക്കണ്. എവിടെ? കൊണ്ടുപോകാൻ വന്നേക്കണ്. അയ്യോ, എന്നോട് നാളെ വരുള്ളൂ എന്നാ പറഞ്ഞേ. അവള് നല്ല ബുദ്ധിയുള്ളവളാണേ. നാളെ അവള് വരുന്ന അറിഞ്ഞ പെട്ടുണ്ടാവില്ല, മുങ്ങും. അപ്പൊ ഒരു മുള മുമ്പ് അറിഞ്ഞു അവള്. ഈ ചെല്ലാൻ നോക്ക്. എങ്ങും ചെല്ലത്തില്ല. എന്റെ പൊടി കിട്ടത്തില്ലല്ലോ അവൾക്ക്. എന്നാലല്ലേ അവളെന്നെ കൊണ്ടുപോകത്തുള്ളൂ. നിക്കാതെ പറ്റത്തില്ല. എടാ നീ കൂടെ ചെന്നില്ലെങ്കിൽ അവളെ പിള്ളേരും കൂട്ടി ഒന്നും ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന പറഞ്ഞു. അവള് കൂടെ വരികയോ കൂടെ വരാതിരിക്കാതെ എന്റെ പ്രശ്നമല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ അവൾക്ക് പിടി കൊടുത്തു കഴിഞ്ഞാൽ അത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അടിയിലേക്ക് പാത്രം സുലിച്ച് ചെയ്യിപ്പിച്ചേക്കാം. ഞാൻ ചത്തന്ന് പറഞ്ഞുതരും. ഇവനെങ്ങനെ വിട്ടാ ശരിയാവില്ല കേട്ടാ. മര്യാദക്ക് എന്തായാലും പറഞ്ഞിട്ട് പെണ്ണിന്റെ കൂടെ പറഞ്ഞു വിടാൻ നോക്ക്. എന്നോട് പറഞ്ഞ മനസ്സിലാക്ക്. പറഞ്ഞാ മനസ്സിലാവണ്ടേ? ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്ക. അതാണ് കുറച്ചുകൂടെ എളുപ്പം. ദോശ ഞാൻ അവിടുന്ന് കഴിച്ചോളാം. അവിടെ ആ പെണ്ണ് എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേണ്ട, രണ്ടും കൂടി കഴിച്ചു. ഇനിയിപ്പോ അതിന് മോറ് കിട്ടും. അവിടുന്ന് കഴിക്കാം. ദോശ മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ട് ആരും തിന്നണില്ല. ക്ലീറ്റോ അങ്ങനെ തന്നെ ഇരിക്കും. 4 ആളുടെ ദോശക്കുണ്ടാവും പോയല്ലോ പോരെ. എത്ര നെല്ലയോ സഹിക്കുന്നതിനൊക്കെ ഒരു പരിധി ഇല്ലയോ? ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി എന്തെങ്കിലും കൊടകാവളക്കാർ മൊത്തം ചോദിക്കുന്നുണ്ട് ഭർത്താവ് എന്തിയെന്ന്. ഒന്നിലും ഞാൻ രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് ഞാൻ പോത്തോളണ. ഒന്നിലും ഞാൻ ഇവിടെ വന്ന് അങ്ങ് താമസിക്കും. ഇവിടെ വന്നല്ല, വേറെ ഏതെങ്കിലും എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് എന്റെ പിള്ളേരെ കൊണ്ട് വന്ന് ഞാനങ്ങ് താമസിക്കും. അല്ലെങ്കിൽ ഞാൻ അങ്ങേരെ കൊണ്ട് ഇവിടുന്ന് പോകത്തുള്ളു. പതുക്കെ ഇല്ല, ഉറക്കെ പറയുന്നുള്ളു. എല്ലാരും കേക്കട്ടെ. രണ്ടും നടക്കാൻ പോണില്ല. നീ വന്നു എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. തിന്നണോടത്തുനിന്ന് അവൻ പെരയുടെ പിന്നെ കൂടെ ഇറങ്ങി ഓടിപ്പോയി. അന്റെ കണ്ണിന്റെ മുമ്പ് പെട്ടാലേ അനക്ക് അവനെ കൊണ്ടുപോകാൻ പറ്റും. ഇതാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഒരു തരത്തില്ല അണ്ണ കേക്കണ. വലിച്ചു കിടക്കോ അങ്ങനെ അച്ഛനെ രാത്രി എന്തെങ്കിലും വയ്യാതെ വന്നാൽ ആരെടുത്തോണ്ട് പോകുന്ന? എനിക്ക് വയ്യ അങ്ങനെ പൊക്കെ എടുത്തോണ്ട് പോകാനൊന്നും. അതുപോലെ അമ്മച്ചേന്റെ കണ്ണട കേട്ട് ഞാൻ മടുത്ത്. ഇതിലേക്കറിയാന്നല്ല അവരുടെ വായിരിക്കുന്നെല്ലാം എല്ലാം കേൾക്കുന്ന. അതൊന്ന് ഷെയർ ചെയ്യാൻ പോലും ഒരിക്കലും ഇവിടെ. അവന് ഞങ്ങൾ പിടിച്ച് കെട്ടിയിട്ടൊന്നുമില്ലല്ലോ. നീ എന്താ അവനെ കയ്യോടെ കൊണ്ടുപോക്കോ? എനിക്ക് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. വരുമ്പോ കൊണ്ടുപോയിക്കും. എപ്പ വരും? അത് എന്റെ കെട്ടിനെ വിളിച്ചു നോക്ക്. എന്റെ കാര്യം കേട്ട വഴിക്ക് ഇറങ്ങി ഓടിയാവൻ. നീ എന്നാണ് അവൻ കിട്ടുക? ഞാൻ ഇന്ന് അങ്ങനെ ഇല്ലാതെ ഞാൻ ഇവിടുന്ന് പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെ കാണും. നീ ഇവിടെ അവനെ കൊണ്ടുപോയാ മതി. അങ്ങനെ ഇല്ലാതെ ഞാൻ പോകുന്നില്ല. അന്ന എവിടെ പോന്ന്? എനിക്ക് ജീപ്പ് പോരെ. അമ്മ നിന്നെ ഞാനൊരു കാര്യം പറയട്ടെ അമ്മ. ഒരു മനുഷ്യനായ കുറച്ചെങ്കിലും ഒരു സമാധാനം നമുക്ക് തരണം. ഒന്നിൽ അങ്ങനെ കൃത്യമായിട്ട് പൈസ തരണം. അല്ലെങ്കിൽ ഇല്ലിപ്പോ പോയോ? അന്ന് അമ്മാവ നിക്കേ, ഞാൻ പറയട്ടെ. എനിക്ക് പറയാനുള്ള എനിക്ക് പെയ്ത് ഇറക്കണം. അതാ ഞാൻ ഇറക്കുന്നത്. നീ പെയ്ത് ഇറക്കിയിട്ടാണ് ആ പാവ എന്നെ കാണുമ്പോ ഓടി പോണത്. അമ്മാവനോട് നിൽക്കുക. അമ്മാവൻ കേൾക്കാൻ നിന്നാ മതി. നാവൊന്ന് കുറയ്ക്കും. എന്നിട്ട് ഞാൻ എന്റെ നാവെന്ന് ഞാൻ എങ്ങനെ നാവ് എടുക്കാതിരിക്കും അമ്മാവനെ പറയുന്നത്?
ഞാൻ എങ്ങനെ നാവെടുക്കാതിരിക്കുമെന്ന് അമ്മാവൻ പറയുന്നത്? അമ്മാവൻ പറ. എടി നിന്റെ വിഷമം എനിക്കറിയാം. നീ ഒരു കാര്യം ചെയ്യും, അവനെയും കൊണ്ട് നീ ഇവിടുന്ന് പോയാ മതി. അതെ, അവൻ ഇവിടെ നിന്നാ നേരാവില്ല. അതെ. കാരണം വെറുതെ ചോറും ഭക്ഷണം കിട്ടുമ്പോ അത് തിന്നിങ്ങനെ ഇരിക്കും. അതെ. നീ കൊണ്ടുപോയി കഴിഞ്ഞാൽ കയ്യില് 10 പൈസ ഇല്ലാണ്ടാവുമ്പോ അവൻ തെണ്ടിയിട്ടായാലും കുടുംബം നോക്കും. അതെ, അതെ. നീ അവനെ കൊണ്ടുപോയിക്കോ. ഇതുപോലൊരു അമ്മാവൻ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടു. അതാ ഞാൻ പറഞ്ഞത്. അമ്മാവൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് അയ്യോ അത് വേണ്ട, നിങ്ങളെ ഇവിടുന്ന് പറഞ്ഞിട്ട് സമാധാനത്തോടെ ഇരിക്കാലോചിച്ചിട്ട്. അല്ല, മറ്റേ അമ്മച്ചി വേണമെങ്കിൽ കന്നഡയൊക്കെ പഠിപ്പിച്ചു തരും. അമ്മച്ചി കന്നഡയൊക്കെ പഠിപ്പിച്ചു തരും. വരുന്നുണ്ടോ? വേണ്ട, ഞാൻ എന്തായാലും ഇന്ന് അങ്ങേരെ കൊണ്ടല്ലാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. നീ ഇവിടെ നിന്ന് അവനെയും കൊണ്ട് പോയാ മതി. അവൻ എന്റെ കണ്ണിന്റെ മുമ്പ് പെട്ട് കിട്ടണ്ടേ, അതിനിപ്പോ എന്താ ചെയ്യാ? എന്താ ഒരു വഴി അമ്മാവാ? എന്താ ഒരു വഴി? എന്താ വഴിന്ന് വെച്ച് കഴിഞ്ഞപ്പോ ഞാൻ എന്താ പറയാ? ഇല്ലേ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ആ റോസ്മേരി വന്നിരിക്കുന്ന സാധാരണ പോലെ അല്ല, നല്ല കലിപ്പിലാണ്. മര്യാദക്ക് അവനോട് അവിടെയാണ് പോയി നിൽക്കാൻ പറയാം. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു കേട്ടാ പോവണ്ടേ? റോസ് ചേച്ചി എന്നെ ഫോൺ വിളിച്ചപ്പോഴും എനിക്ക് മനസ്സിലായി 2 കളിപ്പിച്ചിട്ടുള്ള വരവാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോന്ന്. പോവാൻ താല്പര്യമില്ല. പറഞ്ഞ എങ്ങനെയടി? അതിന്റെ ഇടയ്ക്കാണെങ്കിൽ അമ്മാവനാണെങ്കിൽ ഇങ്ങനെ കൊളുത്തി കൊടുക്കുവാണ്. അത് ഈ പറഞ്ഞ കണക്ക് അമ്മാവൻ പറഞ്ഞതിൽ കാര്യമില്ലേടി. ഇവൻ ഇവിടെ എന്നാ കുടുംബമൊക്കെ അവിടെ അല്ലേ, അപ്പൊ അമ്മാവൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. എന്നാലും എങ്ങനെ ഒരു മനുഷ്യനെ കുറ്റപ്പെടുത്താൻ പാടുണ്ടോ? എപ്പോഴും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമ്മാവനൊരു പ്രത്യേക സ്വഭാവമാണ്. അമ്മാവന് സ്നേഹമാണെങ്കിൽ നക്കിക്കൊല്ലും, ഇനി ഇഷ്ടക്കേട് വല്ലതും ഉണ്ടെങ്കിൽ ഞെക്കിക്കൊല്ലും. ഇത് വല്ലാത്ത ഞെക്കലും നക്കലും ഒക്കെ. നമ്മളിതൊരു ജീപ്പിൽ കയറില്ലല്ലേ? മക്ക് കയറണോ? ഈ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ജീപ്പ് ഉപയോഗിച്ചിടുന്നൊരു വെപ്പുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് താഴെ അങ്ങോട്ടൊക്കെ ഒരു കറക്കം കറങ്ങാം. പക്ഷെ ഇപ്പൊ വേണ്ട, ഇപ്പൊ അത്യാവശ്യം ഉണ്ട് കേട്ടാ. നന്നാക്കിട്ട് വരാച്ച ഇവിടെ വെച്ചോ, നമുക്ക് പോരാവേ. ഹോംവർക്ക് കുറച്ചേ ഉള്ളൂ, ഇനി അതും ചെയ്യണം. എന്റെ പൊന്ന് കർത്താവേ, കുളിച്ചാലും ചൂട് എന്നെ. നിങ്ങൾ ബാത്റൂമിൽ തപസ്സിരിക്കുവാണോ? അവള് വന്ന് കൊറേ നേരം നോക്കി നിന്നിട്ട് പോയി. ആര്? റോസ്മേരി. അല്ലേലും ബാത്റൂമിൽ കയറുമ്പോഴേ ഫോൺ വിളിയും വരുവുള്ളൂ, ആളും വരുവുള്ളൂ. ചുമ്മാ ഇരുന്ന് ആർക്കും വരാൻ വേണ്ട, വിളിക്കാൻ വേണ്ട, വർത്താനം പറയാൻ വേണ്ട. എല്ലാം എടുത്തോ? ആ ഷർമിളയും കൂടെ ഇതുപോലെ ചോറും കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഉച്ചയ്ക്ക് ഇടയ്ക്ക് പോയി വരണ 2 മണിക്കൂർ സമയം ലാഭിച്ചേനെ. നിങ്ങക്ക് വാതോർന്ന് പറയാൻ പാടില്ല അവളോട്, ദിവസം ചോറ് കൊണ്ടുവരണം, ഇങ്ങനെ സമയം കളയാൻ പറ്റില്ല എന്ന്. ഞാൻ പറഞ്ഞിടയ്ക്ക് പറഞ്ഞപ്പോ ഇടയ്ക്ക് കൊണ്ടുവന്നു 1-2 ദിവസമൊക്കെ. അങ്ങനെ 1-2 ദിവസം വല്ലപ്പോഴും കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? ദിവസവും കൊണ്ടുവരാൻ പറയണം. അവൾക്കത് പറ്റൂല. അവൾക്ക് അവിടെ വീട്ടിൽ കുറെ അങ്ങനെ പ്രശ്നം ഇങ്ങനെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ടേ ഗ്യാസ് ഇല്ല, അതില്ല. ഇനി പിന്നെ ചോറ് കുറച്ച് ഒരു പാത്രത്തിൽ ഷർമിളയ്ക്ക് കൂടെ എടുക്കാൻ പറ്റുമെങ്കിൽ ക്ലീറ്റന്റെ വിധം മാറ്റരുത്. എടുക്കണമെന്ന് നിർബന്ധമല്ല. ഞാൻ നിർബന്ധം ഉണ്ടായാലും തരുന്നില്ല. അവക്ക് ഞാൻ ചോറ് പോതി കെട്ടി കൊടുത്തു വിടാം. എനിക്ക് അല്ലെങ്കിൽ തന്നെ ആ സാധനത്തിനെ കണ്ടുകൂടാ. എനിക്ക് ഉള്ള കുളിങ്ങിക്കുണിയുള്ള നടപ്പും ഫോണിൽ കൂടിയുള്ള കുണുകുണു വർത്താനും. എനിക്ക് കുറച്ച് ചോറ് അധികം എടുത്തോ. ഉച്ചയ്ക്ക് വിശപ്പ് ഈയിടെയായിട്ട് ഇത്തിരി കൂടുതലുണ്ട്. കുറച്ച് ചോറ് ആണോ? എന്നാ 2 എണ്ണത്തിൽ എടുക്കട്ടെ. ആണോ? വിശപ്പ് അത്രയ്ക്ക് ഉണ്ടെങ്കിൽ വല്ല കൊക്കോപ്പുഴോ ക്രിമിയോ ആയിരിക്കും. നിങ്ങൾ ഞാൻ തരുന്നത് അങ്ങ് കഴിച്ചാ മതി. കൊളസ്ട്രോള് ഭയങ്കര കൂടുതലാന്നേ. ആണോ? പിന്നെ ക്ലീറ്റോ ചേച്ചൻ പോവാറായോ? പിന്നെ അല്ല, എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അയ്യോ, സീരിയസ് ആയിട്ടാണ്? അപ്പൊ കുറച്ച് സമയം അധികം വേണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ വൈകുന്നേരം വരെ ഓഫീസിൽ നിന്ന് വന്നിട്ട് നമുക്ക് സംസാരിക്കാം. അല്ലെങ്കിൽ നീ എന്നെ വിളിക്ക്. അല്ല, വിളിച്ചാ പിന്നെ ഫോൺ എടുക്കുമല്ലോ. തിരക്കായിരിക്കും, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നീ ഇവളോട് കാര്യങ്ങൾ പറഞ്ഞോ. ബാക്കി ഞാൻ വന്നിട്ട് ഇവിടെ നീ ഇവിടെ ചേട്ടത്തിക്ക് അറിയാവുന്ന കാര്യമാണ്. എനിക്ക് അച്ചാച്ചനോടാ. ഇപ്പൊ നിൽക്കാനുള്ള സമയമല്ല, കുറെ തിരക്കുണ്ട്. പോയിട്ടെ കുറെ മീറ്റിംഗ് ഒക്കെ ഉണ്ട്. അതല്ലേ നീ ഞാൻ വൈകിട്ട് വന്നിട്ട് കാണാം. ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏത് സ്പ്രേ അടിച്ചേക്കുന്നേ? നല്ല മണം ആണോ? പിന്നെ അവിടെ പെണ്ണുങ്ങളൊക്കെ ഉള്ളല്ലോ, ഇത്രയും മണമുള്ള സ്പ്രേ ഒന്നും അടിക്കരുതെന്ന് പറയണം കേട്ടോ. ഒന്നും പറയണ്ട, എന്റെ അവസ്ഥ പറയാതിരിക്കുന്നതാ നല്ലത്. വാവ് വരുമ്പോ എന്റെ നെഞ്ചിലൊരു വേവ. ഈ വാവ് വന്നു കഴിയുമ്പോഴേ അപ്പച്ചനങ്ങും ശ്വാസം മുട്ടൽ തുടങ്ങും, ആസ്മ ഇളകും. ആസ്മ ഇളകി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പിടിച്ചാൽ അങ്ങനെ നിൽക്കൂ. ശരിയാണല്ല. അമ്മച്ചിക്ക് പൊണ്ണത്തടി ഉണ്ടെന്നേ ഉള്ളൂ. അവർക്ക് ഒരു ദുർബലയാ, അവർക്ക് ബലമൊന്നുമില്ല.
ഓ ഞാൻ പിന്നെ വലിച്ചടച്ച് അങ്ങ് മേളിൽ കയറ്റം കയറി പോണ്ടായോ വീട്ടില്. വണ്ടി പോലെ അങ്ങ് വളയും. പിന്നെ വണ്ടിയും വള്ളവും വല്ലതും താഴോട്ട് വരുവോ? പൊക്കിയെടുത്ത് അത് അയലത്തുകാര് സഹായത്തിന് വരുമോ? അങ്ങനെ എല്ലാരും ചീത്ത വിളിച്ചിട്ടേക്ക് വല്ലോ അമ്മച്ചി. ഒരാള് കയറത്തില്ല, ഒരു സഹായത്തിനും വരത്തില്ല. അയ്യോ ഓരോ ദിവസവും ഞാൻ അനുഭവിക്കുന്നൊന്നും പറയണ്ടെന്ന്. ഇപ്പൊ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ ഇളയ കൊച്ചില്ലയോ, അവനാണെങ്കിൽ ഇതുപോലെ പനി കൂടിയിട്ട് ഞാൻ ഓട്ടോക്കാരന്മാരെ എല്ലാം വിളിക്കും. ഞാൻ ചതനാളുണ്ടെങ്കിൽ കാശത്തിൽ എടുത്തോണ്ട് പോകത്തില്ല. ആളിനാള് തന്നെ വേണ്ടേ? നമ്മള് വിളിച്ചോച്ചാലും കനകാരനാലും ഇവിടെ ഉള്ളതുകൊണ്ടാ നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് അറിയാത്തത്. എന്തെങ്കിലും കാര്യത്തിന് ആണുങ്ങൾ തന്നെ വേണം, ആണുങ്ങളുള്ളതിന്. ഞാൻ ഒറ്റയ്ക്ക് എന്തോ ചെയ്യാനാ? കടമൊക്കെ മാറിയോ? അവിടെ കടക്കാര് വരുന്നുണ്ടോ? കടക്കാരും അങ്ങനെ അവിടെ പണിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. കടം പെരുകിയപ്പോഴാണല്ലോ ഇങ്ങോട്ട് പോകുന്നത്. പക്ഷെ പണി അവിടെ നിന്ന് കഴിഞ്ഞാൽ കടം മാറും, എനിക്ക് ഉറപ്പാ. അന്നൊക്കെ ഞാനൊരു പൊട്ടിയായിരുന്നല്ലോ, എനിക്കിതൊന്നും പിടിച്ചു വെക്കാനും അങ്ങനെ ഇതൊന്നും അറിയത്തില്ല. റോസ്മേരിക്ക് അന്ന് കുറച്ച് ധാരാളിത്തം കൂടുതലായിരുന്നു. ധാരാളിത്തം അല്ലായിരുന്നത്, അറിവില്ലായ്മയായിരുന്നു. അത് എങ്ങനെ ചെലവാക്കണം, എന്ത് വന്നാലും റോസ് ചേച്ചിയുടെ കൺട്രോളിലായിരിക്കണം കാര്യങ്ങൾ. അതെ, അതിപ്പോ ഇപ്പഴേ എന്റെ കൺട്രോളില്ലയോ. ഞാന് അവിടെ ആണെങ്കിൽ കൺട്രോളില്, എന്റെ കൺട്രോളിലാണ് അവൻ. അതെ, എന്റെ കുട്ടിയെ ഒന്നാമത് ഞാൻ പറയണ കേക്ക്. അവൻ അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് നീ ചെയ്ത തെറ്റ്. ഇവിടെ വന്നപ്പോ അവൻ ഇവിടെ താമസിപ്പിച്ചത് ഇവര് ചെയ്ത തെറ്റ്. അത് സത്യവാ. അതെ. അമ്മാവാ, ഈ റൊണാൾഡ് ഇവിടെ പണ്ട് വന്നില്ലേ, വന്ന സമയത്ത് ഞാനും കനകനും ആവുന്നത് പറഞ്ഞു. അവൻ അവിടെ ഒരു രണ്ട് പിള്ളേരും കെട്ടിയോളും ഉള്ളതാണ്. അപ്പുണ്ടല്ലോ ദേ ഇവളുടെയും ക്ലീറ്റോന്റെയും മുഖം ഇത്ര ഉണ്ടായിരുന്നു. അത്രയാകും, ഞങ്ങളുടെ ചോരയാണ്. ചോര കാണിക്കുന്ന പണിയാ പറഞ്ഞത്. ഇവിടെ 2 ചോര അവിടെ കിടന്ന് പിടയ്ക്കുന്നുണ്ട്, 2 മക്കള്. അതുങ്ങളെ ഒന്ന് കാണണ്ടായോ? പിന്നില്ലേ, അത് വിട്. അങ്ങനെ അപ്പച്ചനും അമ്മച്ചി അവരുടെ ചോരയാണോ അങ്ങേര്? പിന്നെ ജോലിക്കെന്നും പറഞ്ഞോണ്ട് ഇവിടെ വന്നിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ എന്താ പറഞ്ഞു വിടണം? അല്ലെങ്കിൽ ജോലിക്ക് പോണം മര്യാദക്ക്. അവനെ പോലുള്ളവർക്കൊക്കെ വീണടം വിഷ്ണുലോകാന്ന്. അവിടെ പണി ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല അമ്മാവാ, കടക്കാര് കയറിയപ്പോഴാ ഇങ്ങോട്ട് വന്നത്. എന്ന് ഇപ്പൊ കടമൊക്കെ കുറച്ച് ഒതുങ്ങിയില്ലേ, ഇനി അവിടെ വന്ന് നിന്നാലും. പക്ഷെ വേറൊരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റൂല. കാര്യം അവൻ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായെങ്കിലും ഇപ്പൊ അവനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അവന്റെ ഏറ്റവും വലിയ പേടി ജോലിയില്ലാത്തതോ കടക്കാരെയോ അപ്പച്ചന്റെ വലിവോ ഇതൊന്നും അല്ല പ്രശ്നം. അവനതൊന്നും അല്ല പേടി. പിന്നെന്താ പേടി? നിന്നെ എന്നെയോ? ഞാൻ ചുമ്മാ വഴക്കുണ്ടാക്കുന്നു. ഞാൻ ചുമ്മാ വഴക്കുണ്ടാക്കുന്നു. എന്റെ ചേച്ചി, ഞാൻ എന്നെ പോലൊരു സ്ത്രീയെ അങ്ങേർക്ക് ജീവിതത്തിൽ ഭാര്യയായിട്ട് കിട്ടത്തില്ല. എന്താ വെള്ളം ഞാൻ ഈ പിടിച്ചും മേടിച്ചോണ്ടൊക്കെ പോന്നില്ലയോ? ഞാൻ കുറിച്ചിട്ടേക്ക് കയറുന്ന അതൊക്കെ പൈസ വിളിച്ചിട്ട് റോസ്മേരിയുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തു. വീട്ടിൽ കൊണ്ട് കൈ നീട്ടി അപ്പച്ചന്റെ അമ്മച്ചന്റെ കൈ നീട്ടി പൈസ മേടിക്കുമ്പോ അത് തിരിച്ചു കൊടുക്കണ്ടായോ? തിരിച്ചു കൊടുത്താലല്ലേ പിന്നെ നമുക്ക് കിട്ടത്തുള്ളു. അതെ, എന്തൊക്കെ പറഞ്ഞാലും ശരി, കല്യാണം കഴിഞ്ഞ് 2 കുട്ടിയുള്ള അവൻ ഭാര്യയുടെയും കുട്ടികളുടെയും കൂടെ തന്നെ ജീവിക്കണം. അതെ, എന്തൊക്കെ പറയും, എങ്ങനെയെങ്കിലും ഒക്കെ പോണം. ഇപ്പൊ നീ ഫോൺ വിളിച്ചിട്ട് അവ എടുക്കുന്നില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, എന്തേലും ഒരു വഴിയുണ്ട്. ഞാൻ അവനെ നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് തരും. ശരിക്കും ശരിക്കും എന്റെ മുമ്പിൽ ഒന്ന് എത്തിച്ച് തന്നാ മതി. പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന കാര്യം ഞാൻ ഏറ്റു. അപ്പൊ ആരും കണ്ണുനീര് ഒലിപ്പിച്ചോണ്ട് തടസ്സം നിൽക്കാൻ വന്നേക്കരുത്. ഇനി ഞാനൊന്നും പറയത്തില്ല, ഞാനും എന്റെ ക്ലീറ്റോ ചേട്ടനൊന്നും പക്ഷെ അവനെ ഉപദ്രവിക്കരുത് റോസ്മേരി. പറഞ്ഞില്ലേടൊന്നും ഞാൻ കൊണ്ടയാന്ന്. അല്ല, ഞാൻ പറഞ്ഞത് അവൻ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തോന്ന്? എന്നാള് നീ അവനോട് ഇങ്ങനെ കൈ വീശി സംസാരിച്ചപ്പോ അവന്റെ മേത്ത് കൊണ്ടുവന്ന് പറഞ്ഞാൽ അത് മേത്ത് കൊണ്ടതും മിറ്റല്ല. എന്റെ ദൈവമേ, അങ്ങനെ നല്ല ആഞ്ഞൊന്ന് നടന്നു പോയാ ഞാൻ തെറിച്ചു വീഴും. അതുപോലത്തെ മനുഷ്യനെ ഞാൻ എന്തോ ചെയ്തെന്ന്. ഇത്രയും വലിപ്പമുള്ള മനുഷ്യനെ ഞാൻ എങ്ങനെ അടിക്കാണ്? നിങ്ങൾ എന്തോ ഈ പറയുന്നേ? പിന്നെ മേല് നൊന്ത ആരായാലും തിരിച്ചെന്തേലും ഒക്കെ കൊടുത്തെന്നിരിക്കുക. അമ്മ വാരിത്തരണോ കുഞ്ഞിന്? എന്നാ കഴിക്ക്. ഇന്ന് നേരത്തെ കഴിക്കണാണല്ലോ, ഇന്നെന്താ ഒരുമിച്ച് കഴിക്കാന്ന് വെച്ചു. റൊണാൾഡോ അച്ചാച്ചന. ഹലോ, ഇത് എവിടെയാ അച്ചാച്ചാ? ഞാൻ അവിടെ പുറത്തുണ്ട്. എന്നാ ഇങ്ങോട്ട് വാ. ഇല്ല, റോസ് ചേച്ചി താഴെയാ. സത്യം, വാന്ന് എല്ലാരും കഴിക്കുവാ. വാ. ആ
ഇല്ലോളെ വാങ്ങ്. ആ നല്ല സമയം എവിടെ ഇരിക്കും? അതല്ല എന്റെ ഇപ്പൊ കഴിയും. അല്ല, എന്റെ എന്നെ കഴിഞ്ഞ് ഇവിടെ അല്ല അല്ല വേണ്ട എന്റെ കഴിയാറായി ഇവിടെ ഇരുന്നോട്ടെ. അല്ല എന്റെ കഴിഞ്ഞ കഴിക്കട്ടെ ഇരുന്നോളാം പിന്നെ ഇരിക്കാം. നീ എന്താ റോസ്മേരി വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? എൻ്റെ അമ്മാവ് അവൾ എന്തോരം തലവേദനയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു കാര്യമല്ലേ. കഴിഞ്ഞ 10 ദിവസമായിട്ട് സമാധാനം തരുന്നില്ല. ഇവിടെ ഈ പറയുന്ന പോലെ ഞാൻ ഒരുങ്ങി കിട്ടി അവളോട് കുടങ്ങാതെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കുമെന്ന് ഈ പറയുന്നത്? അതുകൊണ്ടാ നീ ഫോൺ എടുക്കാത്തില്ല. പിന്നല്ലാതെ അല്ല നീ എത്ര ദിവസം അങ്ങനെ ഫോൺ എടുക്കാണ്ടിരിക്കും? 2 ദിവസം എന്നെ വിളിച്ചിട്ട് കിട്ടാതെ കാണാതിരിക്കുമ്പോഴത്തേനെ അവള് ജെറ്റ് പോലെ തിരിച്ചു പോകും. എത്ര വർഷം കൊണ്ട് ഞാൻ ഈ നമ്പർ ഇടുന്നത്? അതെയാ അതിക്കറിയില്ലായിരുന്നു. എന്നൊരു കാര്യം ഇവിടെ ഇരുന്ന് കഴിച്ചോ. അല്ല അമ്മ കഴിക്കേ. അല്ല എന്റെ കഴിഞ്ഞു മതി. ഇവിടെ ഇരുന്നോ. എന്നാ അവിടെ ഇരിക്കുന്നേ പ്ലേറ്റ്. അതെ ഞാൻ പുറത്ത് പോയി കൈ കഴുകുക. ചെരുപ്പ് എടുത്ത് അകത്ത് വെക്കണം. ഇവിടെ ഇരുന്ന് കഴിച്ചോ. കറി. അച്ഛമ്മ എന്താ ഒരു ഗൗരവം അല്ല കേസന്വേഷണമായിട്ട് വീടിനെന്താ മിണ്ടിയില്ല. കഴിക്കാൻ? റൈറ്റർ സുധാരമുള്ള സാർ വിളിച്ചിട്ട് വണ്ടി കൊണ്ട് വന്നായിരുന്നു വർക്ക്ഷോപ്പിൽ. മച്ചമ്മ പറഞ്ഞു എന്ന് പറഞ്ഞു. അത് ചെറിയ പണിയുള്ളൂ, ശരിയാക്കി കൊണ്ട് കൊടുക്കാന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മച്ചമ്മയ്ക്ക് വരെയുള്ള വക്കീലന്മാരോടും പോലീസുകാരോടും ഒന്ന് പറയണേ. പോട്ടി ചെയ്ത് കൊടുക്കാം. എന്താ ആദ്യമായിട്ട് പറയാൻ പോലെ ഇതൊക്കെ അങ്ങനെ ചെയ്യുന്നല്ലേ സ്ഥിരമായിട്ട്? പോലീസുകാരുടെ കഴിച്ചേ നല്ല എങ്ങനെ കഴിക്കാതിരിക്കണമെന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുക. എന്റെ ദൈവം, ഇത് എവിടുന്ന് വന്നിപ്പം? പാവം കഴിച്ചു തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളു. അങ്ങോട്ട് ഓടി. അയ്യോ അമ്മാനാണോ പോയി പറഞ്ഞത്? പിന്നല്ലാതെ ചതിയല്ലേ അമ്മാവാ? എന്ത് ചതിയടി? ഇവൻ അവളുടെ കൂടെ പോയില്ലെങ്കിൽ അവള് കുട്ടികളായിട്ട് ഇവിടെ വന്ന് താമസിക്കും. പിന്നെ തൊയിരക്കേട് പറയണ്ട. ഇതൊരു കഷ്ടമാന്ന് നോക്കണേ. അമ്മാവ റോസ്മേരി പോയെന്ന് ഞാൻ വിശ്വസിക്കത്തേയില്ല. നിങ്ങൾ കള്ളത്തരം പറയാനോട്. എടാ ഞാൻ രാവിലെ ചീരത്തോട്ടത്തിലേക്ക് പോകുമ്പോ അവളും കൂടെ വന്ന് അവളെ ബസ് കയറ്റി വിട്ടിട്ടല്ലേ ഞാൻ ചീരത്തോട്ടത്തിൽ പോയിട്ട് വരുന്നത്. അതല്ല എത്ര ധൈര്യം പറയണ്. കുടങ്ങാളം മാതാവാണ്. പിന്നല്ലാതെ എനിക്കറിയാം, എന്നെ കാണാതെ കുറച്ച് സമയം ഒക്കെ നിൽക്കാൻ പറ്റത്തില്ല. അതിനേക്കാളും ജീവനാ പിള്ളേര് വിട്ട് അങ്ങനെ നിൽക്കത്തില്ല. എന്തായാലും നീ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ 2 ദിവസം ഒന്നും വേണ്ടൊന്നുമില്ല, 1 ദിവസം എന്നുള്ളൂ. അപ്പോഴേക്കും അവള് പോയി. മോനെ റോസി ആന്റി രാവിലെ പോയല്ലേ? ഇല്ല പോയില്ല. ഇല്ലേ? ഇല്ല, റൂമിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഓന്തമ്മാവ പന്നപ്പടി എന്റെ അടുത്ത് കാണിക്കരുത്. എന്താണ് അതിന്? ഡാ, പോയിട്ട് വിളിക്കടാ. എന്താ അത് വിളിച്ചിട്ട് വാ. ചെല്ല്. മോനെ ഞാൻ ചെപ്പം പോയിട്ടില്ല. ഡാ, നിൽക്കടാ. കൊന്നാലും നിൽക്കത്തില്ല. നീ എന്തായാലും പിടിക്കാഞ്ഞ്? ഞാൻ വിചാരിച്ചു അമ്മ പിടിക്കുന്നു. എനിക്ക് അവനെ പിടിച്ചാ ഒതുങ്ങും. ഇപ്പൊ പെണ്ണ് വന്ന് ഞാൻ എന്താ അവളോട് പറഞ്ഞു? പിള്ളേരെ എന്തിയെ നീ ഇങ്ങനെ ഏത് നേരം കടന്നുറങ്ങി എങ്ങനെയാണ്? നീ വരുമ്പോഴേക്കും അവൻ എന്നെ തട്ടി മറിച്ചിട്ടിട്ട് പോയി. പഠിച്ച കള്ളനവൻ. അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും അമ്മാവാ? ഇനി ഒരൊറ്റ വഴിയുള്ളൂ. അവൻ വരച്ച വരയിൽ നിൽക്കും. അമ്മാൻ പറ. നീ കനകനൊരു പരാതി എഴുതി കൊടുക്ക്. എന്റെ കനകണ്ണൻ എഴുതുന്ന പോലെയല്ല, സ്ഥലം മെസ്സേജ് എഴുതുന്ന പോലെ ഒരു പരാതി. പിന്നെ തങ്കത്തിന് ഒരു പരാതി എഴുതി കൊടുക്കണം. എന്റെ തങ്കം ചേട്ടത്തിക്കല്ല, മെമ്പർ തങ്കത്തിന്. എന്നിട്ട് നമുക്കൊരു കളി കളിക്കാം. എന്റെ ഭർത്താവിനെ വിട്ട് കിട്ടണോന്നും പറഞ്ഞല്ലയോ? അവനൊരു പാഠം പഠിപ്പിക്കണോ? അപ്പൊ വെള്ളപ്പേപ്പറും പേനും എടുത്ത് ഞാൻ എഴുതട്ടെ? ഇപ്പൊ തന്നെ തുടങ്ങിക്കോ. വാ. എന്തൊരു ആരോഗ്യ ചെക്കൻ എന്റെ തണ്ടല് പോയന്. അതെ, നിന്റെ റൊണാൾഡോങ്കിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ എന്നെ അപ്പ വിളിക്കണം. ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവനെ പിടിച്ച് അവളെ ഏൽപ്പിക്കണം കേട്ടോ. ഇങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അച്ഛബി ഞാൻ അവൾക്കൊപ്പം പോവാം, കുഴപ്പമില്ല. നീ കടക്കാരെന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷെ പണിക്ക് എനിക്ക് ഈ നാട്ടിൽ വന്നാലേ പറ്റും. അവിടുത്തെ പുതിയ ആൾക്കാരെയോ പയ്യന്മാരെയോ വർഷോപ്പുകാരെയൊന്നും എനിക്ക് പരിചയമില്ല. എന്റെ വരുമാനം നിന്ന് പോകത്തില്ലേ? എനിക്ക് പരിചയമുണ്ടല്ലോ, ഞാൻ പരിചയപ്പെടുത്തി തരാം. നീ പറഞ്ഞ കാര്യമൊന്നും ഞാനിപ്പോൾ ഗൗരവത്തിൽ എടുക്കുന്നില്ല. റോസ്മേരി എനിക്കൊരു പരാതി തന്നു. ആ പരാതിക്കുള്ള പരിഹാരമാണ് ഞാനിപ്പോൾ പറഞ്ഞതും ചെയ്യുന്നതും. ഈ പരാതി സ്റ്റേഷനിലാണ് വന്നതെങ്കിൽ നിന്നെ എടുത്ത് അവിടെ വയ്ക്കേണ്ടി വരും. കുറച്ച് റിമാൻഡ് ഇരിക്കേണ്ടി വരും. റിമാൻഡിലോ? അച്ചാച്ചാ
അച്ചാച്ചന് ഒരു കുഴപ്പം വരാതിരിക്കാനല്ലേ ഏട്ടൻ പറയുന്നത്? ചെല്ല്. അച്ഛൻ ഞാൻ പോവാ. എടാ ഇപ്പൊ റോസ്മേരി തങ്കത്തിന് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അത് പാർട്ടി കമ്മിറ്റിയിൽ വെക്കണ്ടെന്ന് ഞാനാണ് പറഞ്ഞത്. അതെന്താന്ന് വെച്ചാ ഞങ്ങളുടെ പാർട്ടി സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ പരിഗണന കൊടുക്കണവരാ. അപ്പോ സ്ത്രീ ഒരു പരാതി തന്നാ അവരുടെ പ്രശ്നങ്ങൾക്കായിരിക്കും മുൻതൂക്കം. ഇതിപ്പോ സഹോദരനല്ലേ അറിയുന്നവരല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരുടെ കൈയും കാലം പിടിച്ചിട്ടാ പരാതി ഒന്നൊന്നുമില്ലാതാക്കി ഒത്തുതീർപ്പാക്കി വിട്ടത്. ഇനിയിപ്പോ എന്താ വേണ്ടതെന്ന് അവൻ തീരുമാനിക്കട്ടെ. അതെ റോസ്മേരി, എന്തായാലും നീ പറഞ്ഞ പോലെ അവൻ വരാൻ റെഡി ആയിട്ടുണ്ട്. അവിടെ പോയിട്ട് തല്ലും പിടിയൊന്നും ഇല്ലാണ്ട് കിട്ടുന്ന ജോലിയൊക്കെ എടുത്തിട്ട് സുഖമായിട്ട് ജീവിക്കാം. പിന്നെ കുട്ടികളെ ഒരു അച്ഛനാണ് നീ. ഉത്തരവാദിത്തം ഇല്ലാണ്ട് അവിടെ ഇവിടെ എല്ലാം വന്നിട്ടുണ്ട്. കുട്ടികളെ നോക്കാൻ നമ്മുടെ പോലെ അച്ഛനും ഉത്തരവാദിത്തം ഉണ്ട്. പോയി ജീവിക്കാൻ നോക്ക്. വാ നടക്ക്. കുറച്ച് ദിവസം അവിടെ പോയി കുട്ടികളെയും നോക്കി അവളുടെ കൂടെ നിൽക്കേ. കുറച്ച് ദിവസമല്ല, ഇനിയുള്ള കാലം മൊത്തം. പോണം. അവിടെയുണ്ട് 2 കുഞ്ഞുങ്ങൾ. ഇടയ്ക്കൊക്കെ അതുങ്ങൾക്ക് ഓരോ ഉമ്മ കൊടുക്കും. അച്ഛനെ നോക്കി ഇരിക്കുക പിള്ളേര്. വാ നടക്കും. എന്തോന്നത്? ഞാൻ അറക്കാൻ പിടിച്ചോണ്ട് പോന്നോ ഇത്ര കരയാന്? കുഞ്ഞുങ്ങൾ അവിടെ നോക്കി ഇരിക്കുമായിരിക്കും, അമ്മച്ചി അപ്പച്ചനും എല്ലാരും. വാ എന്ന്.